الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളി നൽകിയ ഈ ജീവിതം അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്നവരുടെ കൂട്ടത്തിൽ ആയി മാറാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈമാനും തഖ്വയും തൗഹീദും മുറുകെ പിടിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് യാത്ര പറയാൻ ഒരാൾക്ക് സാധിക്കുക എന്നുള്ളത്. ഈ ജീവിതത്തിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിൽ നിന്നും ഒരു ദിവസം യാത്ര പോകേണ്ടവനാണ് മനുഷ്യനെന്ന് പറഞ്ഞാൽ. മനുഷ്യരെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകി ഭൂമിയിലേക്ക് പടച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളും ഖുർആൻ പ്രയോഗിച്ചത് തന്നെ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് എന്നാണ്. എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ആ മരണം ഏത് സന്ദർഭത്തിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ഉണർത്തുന്നത്, നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ കഴിയും. ആ മരണത്തിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാനും സാധ്യമല്ല എന്ന് സദാ നമ്മുടെ മനസ്സുകളിൽ വിചാരങ്ങൾ നിറഞ്ഞു നിൽക്കണം എന്നതാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചാവർത്തിച്ച് മനുഷ്യനോട് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം തന്നെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലാഹു ആവർത്തിച്ചു പറയുന്ന മേഖലകൾ, മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ഓർമ്മപ്പെടുത്തലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടയ്ക്കിടെ മനുഷ്യനോട് ഇങ്ങനെ ഉണർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് പ്രകാരം അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, ധാരാളം നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതിൽ നിന്ന് ഇടയ്ക്കിടെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് ഈമാൻ ദുർബലമായി പോകുന്ന അവസ്ഥകൾ മനുഷ്യന് രൂപപ്പെടാറുണ്ട്. തെഖ്വ നഷ്ടപ്പെടുന്ന അവസരങ്ങൾ മനുഷ്യന് ഉണ്ടാവാറുണ്ട്. ഇബാദത്തുകളോടൊക്കെ ഒരു ഗഫലത്ത്, ഒരു അലസത മനുഷ്യന്റെ കൽബിനെ പിടികൂടാറുണ്ട്. ആ പിടുത്തത്തിൽ നിന്ന്, അലസതയിൽ നിന്ന്, ഈമാനിന്റെ ദൗർബല്യങ്ങളിൽ നിന്ന്, തെഖ്വ ഇല്ലാതെയാകുന്നതിൽ നിന്ന് ഒക്കെ മനുഷ്യന്റെ മനസ്സ് നന്നാവണമെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ മരണം ഇടയ്ക്കിടെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, എത്രയോ ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ചെറുപ്പക്കാരും പ്രായമുള്ളവരും സ്ത്രീകളും കുട്ടികളുമടക്കം എത്രയെത്ര ആളുകളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന്, നമ്മുടെ പരിചയങ്ങളിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന്, ആദർശ ബന്ധുക്കളിൽ നിന്ന് എത്രയെത്ര ആളുകളാണ് ദിനേന വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കും ഒരു യാത്രയുണ്ട് എന്ന വിചാരം നമ്മുടെ കൽബിനെ നിരന്തരം വേട്ടയാടേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ സുപരിചിതനായിരുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരു വിസ്ഡം സ്റ്റുഡൻസിന്റെ ഒരു പ്രവർത്തകൻ യാത്രയാകുമ്പോൾ, സഹോദരങ്ങളെ, ഒരു വിദ്യാർത്ഥി ഭൂമിയിൽ നിന്ന് യാത്രയാകുമുണ്ടാകുന്ന ഒരു മാനസികമായ വേദനകൾ ചെറുതല്ല. തലയിൽ ചെറിയൊരു ബ്ലഡിന് കോട്ടുണ്ടായി അത് അപകടത്തിലേക്ക് എത്തിപ്പെട്ടു എന്നറിഞ്ഞ് അവന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഭൂമിയിൽ നിന്ന് യാത്രയാവുകയാണ്. ജീവിതത്തിൽ അവന്റെ മുന്നിൽ അവൻ കണ്ട സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. അവന്റെ പിതാവ്, അവന്റെ മാതാവ് അവനെ മുന്നിൽ കണ്ട്, അവന്റെ ജീവിതത്തെ മുന്നിൽ കണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്വപ്നങ്ങൾക്കും തിരശ്ശീലയിട്ടുകൊണ്ട് മരണം എന്ന യാഥാർത്ഥ്യം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാവർക്കും വരും. എല്ലാ ആടിത്തിമർക്കലുകളും നിന്നുപോകുന്ന ഒരു ദിവസമുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഖുൽ നബിയെ പറയണം അവരോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ മനുഷ്യ നീ ഓടിയകലുന്നത്, ആ മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യുമെന്നാണ്. അത് നിന്നെ പിടിക്കുക തന്നെ ചെയ്യും. ഏത് കോട്ടക്കൊത്തളങ്ങളിൽ ചെന്ന് ഒളിച്ചാലും ശരി, മരണം നിന്നെ പിടികൂടുമെന്ന് അല്ലാഹു ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അല്ലേ സഹോദരങ്ങളെ, അതിൽ യാഥാർത്ഥ്യമില്ലേ? ഇല്ലേ? നമ്മൾ നാളെ നേരം വെളുത്താൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലെ കട്ടിലിന്റെ കൂടെ ഇങ്ങനെ ഇളകുന്ന ഒരു ജഡമായി നമ്മൾ മാറുന്ന അന്തരീക്ഷം, അവസ്ഥകൾ. പ്രത്യേകിച്ച് രോഗം വേണമെന്നുണ്ടോ? പ്രത്യേകിച്ച് പ്രായമാകണമെന്നുണ്ടോ? മരണത്തിന് പ്രായമുണ്ടോ? മരണത്തിന് രോഗം പ്രശ്നമാണോ? ഒന്നുമല്ല. നിൽക്കുന്നതിനിടയിൽ തളർന്നു വീണു എന്ന് പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് പറയാറുണ്ട്. മരിക്കുന്നവരെ കുറിച്ച് പറയാറുണ്ട്. അതൊക്കെ ഒരു കാരണമാണ്, അതൊക്കെ ഒരു സബബാണ്. അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിലൊന്ന് ആ യാത്ര നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദിവസം. അതിൽ യാതൊരു സംശയമല്ല. സുമ്മ ഖളാ അജലൻ, അള്ളാഹു നിശ്ചയിച്ചൊരു അജലുണ്ട്, ഒരവധിയുണ്ട്. ആ അവധി എത്തിക്കഴിയുമ്പോ നമുക്ക് യാത്രയാവണം എന്ന കാര്യത്തിൽ തർക്കല്ല. ഖുർആൻ പറഞ്ഞ അങ്ങനെയാണ്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. പടച്ചോ നിശ്ചയിച്ച ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. ആ നേരത്തിന് പോകും. ആ നേരത്തിന് നമ്മൾ വിട പറയും. ഇത് ഖുർആൻ ഇങ്ങനെ ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാൻ. പരിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന വുജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഉറൂർ. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ ഈ ഒരു വാചകം നമുക്ക് പഠിപ്പിച്ചത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിക്കുന്നല്ല പടച്ചോൻ പറഞ്ഞത്, മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. നഫ്സുൽ ഖബീസിനൊരു ആസ്വാദനമുണ്ട്,
നഫ്സു ത്വയ്യിബിന്റെ റൂഹിനൊരു ആസ്വാദനമുണ്ട്. രണ്ട് രൂപത്തിലുള്ള മരണമല്ല പഠിപ്പിച്ചിടത്ത്, രണ്ട് തരത്തിലുള്ള ആസ്വാദനങ്ങൾ. ഒന്ന് വൃത്തികെട്ട ആത്മാവ് ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളാണ്, വേദനകളുടെയും യാതനകളുടെയും ആസ്വാദനങ്ങളാണ്. മറ്റൊരു ഭാഗത്ത് നഫ്സു ത്വയ്യിബിന്റെ ഏറ്റവും നല്ല ആത്മാവിന്റെ ആസ്വാദനങ്ങളാണ്. ഈ രണ്ട് തരത്തിലുള്ള ആസ്വാദനങ്ങൾ മനുഷ്യന് നന്മ ചെയ്ത് സുഹൃതങ്ങൾ ചെയ്ത് ഈമാനും തെഖ്വയും ഒക്കെ മുറുകെ പിടിച്ച് തെഖ്വയോടെ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അടിയുറച്ച് മുന്നോട്ട് പോയവന്റെ റൂഹിനെ പിടിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സു ത്വയ്യിബ എന്നാണ് പഠിപ്പിച്ചത്, അല്ലേ? പരിശുദ്ധ ഖുർആൻ ഈ രണ്ട് രൂപത്തിലുള്ള ആസ്വാദനങ്ങളെ പഠിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്തറിയോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഫഇന്നമാ തുവഫൗന വുജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ മനുഷ്യന്മാർ ചെയ്യുന്ന നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം വിധിക്കുന്നത് നാളെ പരലോകത്ത് വെച്ചിട്ടാണ്. അത് യൗമൽ ഖിയാമ. ഇവിടെ ചെയ്ത സുജൂദിന്റെ കൂലി ലഭിക്കുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ വാങ്ങിയ പലിശക്കുള്ള ശിക്ഷ വിധിക്കുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ തോന്നിവാസത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതിന്റെ പ്രതിഫലം വിധിക്കുന്നത് എവിടെയാണ്? ഇവിടെ നമ്മൾ നന്മയിലേക്ക് വേണ്ടി സമ്പാദ്യം ചെലവഴിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് നാളെ പരലോകത്താണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന. അന്നത്തെ ദിവസം ആരാണോ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിച്ച് സ്വർഗം നേടുന്നതും ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവരായ ആളുകൾ. അവരാണ് വിജയിച്ചവർ. ആരാണ് വിജയിച്ചവർ? ലോകത്ത് ഏതോ ഒരു രാജ്യത്തുള്ളവൻ ഫുട്ബോൾ മാച്ചിൽ വിജയിച്ചു എന്നറിയുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ആഹ്ലാദം കൊണ്ട് തുള്ളുക. എന്തെല്ലാം തോന്നിവാസങ്ങൾ അതിന്റെ പിന്നാലെ, അത് വേറെ വിഷയമാണ്. സഹോദരങ്ങളെ, ആ ആഹ്ലാദം ആരോ ഒരു രാജ്യത്ത് ഏതോ ഒരു പന്ത് കളിക്കാരൻ അവന്റെ കാൽപന്തിന്റെ മായാവലയങ്ങളിൽ അവന്റെ കയ്യിലുള്ള അവന്റെ കാലിന്റെ ചുവട്ടിലുള്ള പന്തിനെ ആ 4 തൂണിലേക്ക്, ആ തൂണിന്റെ ഉള്ളിലേക്ക് അടിച്ച് തള്ളുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനമല്ല അള്ള പഠിപ്പിച്ച ഈ പറയപ്പെട്ട ആസ്വാദനം. ഇവിടെ പരലോകത്തുള്ള ആസ്വാദനം എന്താ അറിയോ? ഞാൻ ചെയ്ത നന്മകളൊക്കെ എന്റെ റബ്ബ് സ്വീകരിച്ചു എന്ന് പടച്ചോന്റെ മുന്നിൽ വിധി പറയുന്ന ദിവസം, എന്റെ അമലുകൾക്ക് അല്ലാഹു വില കൽപ്പിച്ചു എന്ന് അള്ള വിധി പറയുന്ന ദിവസം, ആ ആഖിറത്തിലേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. ഇതിന്റെ ഖുർആൻ പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. മനുഷ്യനോട് ഖുർആൻ പറയാണ്, നിങ്ങൾ ആസ്വദിക്കുന്ന ദുനിയാവില്ലേ, നിങ്ങൾ പന്തുകളിയും ഫുട്ബോളും ക്രിക്കറ്റും അതേപോലെ തന്നെ കച്ചവടവും വ്യവഹാരങ്ങളും ഡ്രൈവിംഗും എല്ലാമായി ഈ ദുനിയാവിൽ ഇങ്ങനെ ആസ്വദിക്കുന്നില്ലേ? ഈ ദുനിയാവിനെ നിങ്ങൾ വലുതായി കാണുന്നില്ലേ? ഈ ദുനിയാവ് ഇല്ലാ മതാഉൽ ഉറൂർ, അത് നിങ്ങളെ വഞ്ചിക്കുന്ന ചരക്കാണ് കേട്ടോ. മക്കൾക്ക് കൊടുക്കണ്ട, മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട പൈസ പോലും എടുത്തിട്ട് ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കിയിട്ട്, ആരാന്റെ ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കി റോട്ടിൽ തൂക്കിയിട്ട് ആസ്വാദനം കണ്ടെത്തുന്നവന് ലോകത്ത് ഇവനെപ്പോലത്തെ വിഡ്ഢി വേറാരാ? ഇവനെപ്പോലത്തെ വിഡ്ഢി വേറാരാ? സഹോദര, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ നമ്മളടുത്ത് പൈസ അല്ല. പാവപ്പെട്ടവന് വേദന അനുഭവിക്കുമ്പോ അവനൊന്ന് സഹായിക്കാൻ നമ്മളടുത്ത് പണമല്ല. എന്നാൽ തോന്നിവാസങ്ങൾക്ക് പണം ചെലവഴിക്കുന്നിടത്ത് നമ്മൾ ഉണ്ട് മുന്നിലേ, ഇല്ലേ? ഈ ദുനിയാവില്ലേ? ഈ കളിയും ഈ ആഹ്ലാദങ്ങളും ഈ വിനോദങ്ങളും ഒക്കെ ഇല്ലാ മതാഉൽ ഉറൂർ, വഞ്ചിക്കുന്ന ചരക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ചത്. വഞ്ചനയുടെ ചരക്കാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സിലാക്കുക, അതിന്റെ പിന്നാലെ അപകടങ്ങൾ നിറഞ്ഞ ജീവിതം. ഇസ്ലാമിലെ വിനോദമൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ ഉണ്ട്, വിനോദമുണ്ട്, സന്തോഷിക്കാം, കളിക്കാം. പക്ഷെ അതിനൊക്കെ ഒരു അതിരുണ്ട്. അതിരുവിടാൻ പാടില്ല. എല്ലായിടത്തും ദുനിയാവിനെ തലയിൽ കയറ്റി ജീവിക്കുന്ന പലരും. നോക്കൂ, മരണത്തിന്റെ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മരണത്തിന്റെ നേരത്ത് പാപങ്ങൾ ചെയ്തവർ, കുറ്റവാളികളായ ആളുകളെ കുറിച്ച് ഖുർആൻ പറയാണ്, ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത്, അങ്ങനെ ഒടുക്കം അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ഈ ആസ്വാദനങ്ങളും
നന്മയിലേക്ക് ചിന്ത കൊടുക്കാതെ ജീവിച്ചിട്ടുമൊക്കെ ജീവിച്ചു പോയ ആളുകളില്ലേ? നിസ്കാരം ഒഴിവാക്കിയും തോന്നിവാസത്തിന്റെ പിന്നാലെ, ദുനിയാവിന്റെ പിന്നാലെ പോയ ആളുകൾ, അവരുടെ അടുക്കലേക്ക് മരണം എത്തിക്കഴിയുമ്പോ അവർ പറയുകയാണ്, ഖാല റബ്ബി ർജിഊൻ, എന്നെ ഒന്ന് മടക്കിത്തരുമോ അല്ലാ? തൊണ്ടയിലേക്ക് റൂഹിങ്ങനെ പിടിച്ചിട്ട് മലക്കുൽ മൗത്തിന്റെ പിടുത്തം വരുമ്പോ മനുഷ്യൻ പറയാണ്, റബ്ബി ർജിഊൻ, ഒന്ന് മടക്കിത്തരുമോ അല്ലാ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ നന്മ ചെയ്തു വന്നോളാ, ഞാൻ ഉപേക്ഷ വരുത്തിയ, ഞാൻ ചെയ്യാതെ പോയ നന്മകൾ ഞാൻ ചെയ്തു പോന്നോളാ, എനിക്കെന്റെ സമയമൊന്ന് നീട്ടിത്തരോ റബ്ബേ? ചോദിച്ചു നോക്കാണ്. അല്ലാഹ് പറയാണ്, കല്ലാ, വേണ്ട മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നീ ഇപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യമില്ലേ, നീ ചോദിക്കുന്ന ഈ ചോദ്യമില്ലേ, അത് വെറും വാക്ക് മാത്രമാണ്. ഇത്ര കൊല്ലം ജീവിച്ചില്ല, 30 വയസ്സ് 40 വയസ്സ് 60 വയസ്സ് വരെയൊക്കെ നിനക്ക് നീട്ടി തന്നിട്ടും നീ ഇപ്പൊ ചോദിക്കാണ് എന്ത്? എനിക്കൊന്നുകൂടി നീട്ടിത്തരും, റബ്ബി ർജിഊൻ, ഒന്നുകൂടി നീട്ടിത്തരോ പടച്ചോനെ എന്ന് ചോദിക്കാണ്. പക്ഷേ അല്ലാഹ് പറയണ വാക്ക് ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ നന്നായി വരാം, ഞാൻ ഉപേക്ഷ വരുത്തിയതൊക്കെ ഞാൻ ചെയ്തിട്ട് വരാം. നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചോളാം. ഞാൻ ദാനധർമ്മം ചെയ്തിട്ടില്ല, ചെയ്തിട്ട് വരാം. ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, കൊടുത്തിട്ട് വരാം. ഹജ്ജ് ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തോളാം. പടച്ചോനെ, ഞാൻ ഉപേക്ഷ വരുത്തിയതൊക്കെ ഞാൻ ചെയ്തോളാം റബ്ബേ, എനിക്ക് ഒന്ന് നീട്ടിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹ് പറയാണ്, കല്ലാ, വേണ്ട മനുഷ്യ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, ഇപ്പൊ ഈ പറയണ വാക്കില്ലേ, നീ സംസാരിക്കണ സംസാരല്ലേ, ഇതൊരു വെറും വാക്കാണ്. എനിക്കിനി സമയം തന്നാലും ചെയ്യൂല. എത്ര അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ, എത്ര മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ, എത്ര മരണത്തിന്റെ അവസ്ഥകൾ നമ്മുടെ കൺമുന്നിൽ നിരന്തരം നമ്മൾ കണ്ടു. പക്ഷേ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. നീ പോണങ്ങട്ടാ ഇങ്ങനൊക്കെ സങ്കടങ്ങളും വിലാപങ്ങളും നടത്തിയിട്ട് ഇനി നിന്റെ യാത്ര എങ്ങോട്ടാണെന്നറിയുമോ? ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഇടക്കുള്ളൊരു മറ ബർസഖ്, അത് ഖബറാണ്. ഖബറല്ലെങ്കിലും രണ്ടിന്റെയും ഇടക്കുള്ള ഒരു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു രംഗത്തെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ബർസഖ് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ബർസഖിലേക്ക് നമ്മൾ പോകണം, അങ്ങനെ ഒരു ബർസഖിലേക്ക് നമ്മൾ എത്തിപ്പെടണം. കൊണ്ടുപോയി കിടത്തുന്ന സമയത്ത് എന്തുണ്ട് പാധേയമായി, എന്തുണ്ട് കരങ്ങളിൽ പാധേയമായി. ഒരു വിശ്വാസിയുടെ റൂഹിനെ പിടിക്കുന്ന നേരത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന നേരത്ത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മലക്കുകൾ വന്ന് പറയുന്ന വാചകമുണ്ട്, യാ അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഏ നല്ല ആത്മാവേ, ഉഖ്റുജീ ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാനാ, ഉഖ്റുജീ, നീ പുറത്തേക്ക് വാ. റൂഹിനെ പിടിക്കുമ്പോഴേ നല്ല ആത്മാവിനെ ഒരു വേദന അനുഭവിച്ചുകൊണ്ട് ആത്മാവിന്റെ റൂഹിനെ പിടിക്കുന്ന രംഗം ഖുർആൻ പഠിപ്പിച്ചത് എങ്ങനെ അറിയോ? ഒരു നനഞ്ഞ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു മെഴുകിൽ നിന്ന് ഒരു നൂലിങ്ങനെ വലിച്ചൂരുന്നത് പോലെ, ഒരു കൂജയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് പോലെ വേഗത്തിൽ കിട്ടും. പക്ഷെ വേദനകൾ കടിച്ചമർത്തിയാണ് യാത്രയാകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഒരു തോന്നിവാസിയല്ല, ഒരു വിശ്വാസിയുടെ റൂഹിനെ പിടിക്കാം. വേദന എല്ലാവരും അനുഭവിക്കും. ആ വേദന അനുഭവിക്കുന്ന നേരത്ത് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഹൈഷ ഇന്നലിൽ മൗതി ലസഖറാത്ത്. ആ ഹബീബിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മരണത്തിനും വേദന ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ? അപ്പൊ മരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത്, മരണം വരിക്കുന്ന നേരത്ത് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയം ഖുർആൻ പറയാണ്, ഒരു വിശ്വാസിയാണ് മരിക്കുന്നതെങ്കിൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഏ മുത്മഇന്നത്തായ ആത്മാവേ, ഏ നല്ല മനുഷ്യ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ, ഇർജിഇ, നീ പുറത്തേക്ക് വാ, ഇലാ റബ്ബികി റാളിയതൻ മർദിയാ, ഇലാ റബ്ബികി റാളിയതൻ മർദിയാ, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്ക്, അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്ക് നീ മടങ്ങിക്കോ. എന്നിട്ട് പറയാണ്, ഫദ്ഖുലി ഫീ ഇബാദി
വദ്ഖുലീ ജന്നതി ഫദ്ഖുലീ ഫീ ഇബാദി വദ്ഖുലീ ജന്നതി. സുഹൃതങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചതുകൊണ്ട് ആ സ്വർഗത്തിന്റെ കവാടം നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. പൊയ്ക്കോന്ന് പടച്ചോൻ പറയുമ്പോൾ സഹോദരങ്ങളെ, ആ രൂപത്തിൽ യാത്ര പറയാൻ മാത്രമുള്ള നന്മകൾ നിറഞ്ഞ ജീവിതം ചിട്ടപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ സമയം കൊണ്ട് ഒക്കെ നമുക്ക് അങ്ങനെ യാത്ര പോകാൻ മാത്രമുള്ളൊരു ജീവിതം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, ഒരു തോന്നിവാസിയാണ് മരിക്കുന്നതെങ്കിൽ, ഒരു വൃത്തികെട്ട ഫാസിഖായ ഫാജിറായ തെമ്മാടിയായ ഒരു മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ, സഹോദര, പള്ളിയിലേക്ക് നിസ്കാരത്തിന് വിളിച്ചാലും ആ നിസ്കാരത്തിന്റെ വിളിയിലേക്ക് വിളിയാളത്തിന് ഉത്തരം നൽകാതെ ഏതെങ്കിലും ക്ലബിലോ ഏതെങ്കിലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലോ ഏതെങ്കിലും തന്റെ മുന്നിലുള്ള സ്ക്രീനിന്റെ മുന്നിലിരുന്ന് തഹജ്ജുദിന്റെ നേരം പോലും തഹജ്ജുദിന് പോലും എഴുന്നേൽക്കാത്തവർ അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ് കളി കാണാൻ, അല്ലേ? അലാറം വെച്ച് എഴുന്നേൽക്കുകയാണ്. ജീവിതത്തിൽ ഇതിനേക്കാൾ അവൻ ചിന്തിച്ചതെന്താ? അതിലൊരാസ്വാദനമുണ്ട്, തെറ്റില്ല. പക്ഷേ ഇബാദത്തിന്റെ കവാടം ഇവിടെ ഉണ്ട്, നന്മകൾ ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അതിന്റെ കൂടെ ഇതും വേണമായിരുന്നു, ഇതും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ തഹജ്ജുദിനല്ല, സുബഹിന്റെ ജമാഅത്തിന് പോലും വരാത്തവർ കളി കാണാൻ എഴുന്നേൽക്കുമ്പോ ചിന്തിക്കണ്ടേ, പടച്ചോനെ, ഞാൻ എന്റെ റബ്ബിന്റെ കൽപ്പന മാനിച്ച് ഒരു ജമാഅത്ത് പോലും സുബഹി എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ നാഥ എന്ന് ചിന്തിക്കാത്ത നന്ദി കെട്ടവനായി മനുഷ്യൻ മാറുന്നുവെങ്കിൽ, സഹോദര, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയല്ലേ? അല്ലേ? നിസ്കരിക്കാത്തവരോട്, തോന്നിവാസം ചെയ്യുന്നവരോട്, വൃത്തികേടിന്റെ പിന്നാലെ ചലിക്കുന്നവരോട് ഖുർആൻ ഓർമ്മപ്പെടുത്തലാണ് വലൗ തറാ, നബിയേ, നീ കണ്ടിരുന്നുവെങ്കിൽ, യദ്രിബൂന വുജൂഹഹും വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറൂ. ഒരു നിഷേധിയുടെ, ഒരു കാഫിറിന്റെ, ഒരു തോന്നിവാസിയുടെ മരണം നീ കണ്ടിരുന്നുവെങ്കിൽ എന്താ പ്രത്യേകത? അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. മലക്കുകൾ അവന്റെ പിറകിലടിക്കും, അവന്റെ മുഖത്തടിക്കും. യദ്രിബൂന വുജൂഹഹും, അവന്റെ മുഖങ്ങളിലടിക്കും, മുഖത്തടിക്കും. വഅദ്ബാറഹും, അവന്റെ പിരടിയിലടിക്കും. വദൂഖൂ അദാബൽ ഹരീഖ്. ഒരു ശക്തമായ, ഒരു കഠിനമായ ശിക്ഷയിലേക്ക് അവൻ അങ്ങനെ കൊണ്ടുപോകുന്നതാണ്. മനസ്സിലാകണ്ടോ? അതുകൊണ്ട് ഒറ്റക്കൊരു റൂമിലിരുന്ന് തന്റെ മൊബൈലിന്റെ സ്ക്രീനിൽ മിന്നിമറയുന്ന വൃത്തികേടുകൾ ആസ്വദിക്കുമ്പോഴും, അള്ളാഹുവിന്റെ കൽപ്പനകൾ മാനിക്കാതെ എല്ലാ ഭൗതിക ചിന്തകളിൽ മുഴുകുമ്പോഴും, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്തുകളിൽ നിന്ന് മാറിപ്പോകുമ്പോഴും, തന്റെ കയ്യിലുള്ള സമ്പത്തിനെ അനാവശ്യമായി ചെലവഴിക്കുമ്പോഴും, തന്റെ കുടുംബത്തിനെ പരിഗണിക്കാതെയും പരിചരിക്കാതെയും ജീവിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, എന്റെ റബ്ബെന്നെ പിടികൂടുന്നൊരു ദിവസം വരാനുണ്ട് എന്നൊരോർമ്മ. അള്ളാഹ് പറയാണ്, വദൂഖൂ അദാബൽ ഹരീഖ്. മുഖത്തടിക്കുന്ന, പെരടിയിലടിക്കുന്ന മലക്കുകൾ, എന്നിട്ട് നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്ത് വലിച്ചൂരുന്നത് പോലെ അവന്റെ ആത്മാവിനെ അവന്റെ ശരീരത്തിൽ നിന്ന് പിഴുതെടുക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ, അള്ളാഹു നമുക്ക് വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, നമ്മുടെ മരണം ഏത് രൂപത്തിലാവണം? സഹോദരങ്ങളെ, മരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ബോധ്യാകും ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ. ആ രൂപത്തിലായിരിക്കും അള്ളാന്റെ പിടുത്തം. അതുകൊണ്ട് സദാസമയവും നമ്മുടെ കർമ്മങ്ങളിലും നമ്മുടെ ഇബാദത്തുകളിലൊക്കെ നല്ല ശ്രദ്ധ വേണം. നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ കാതുകളെ നമ്മൾ സൂക്ഷിക്കണം, കൈകാലുകളെ നമ്മൾ സൂക്ഷിക്കണം. എല്ലാം ഹറാമിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു ശിർക്കിന്റെ പ്രവർത്തനവും ഞാൻ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒരു വൃത്തികേടിലേക്കും ഞാൻ ചലിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഊസികും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മരണം നമ്മിലേക്ക് വരുന്നതിന് മുമ്പ് പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുക എന്ന കാര്യത്തിൽ
നമ്മൾ ഏറ്റവും ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് മരണത്തെ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം എന്ന നിലക്കാണ് ചില കാര്യങ്ങൾ ഗൗരവമായി ഉണർത്തിയത്. ഒരു യുവാവായ മനുഷ്യൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യുവാവിൻ്റെ മരണത്തിൻ്റെ വെപ്രാളത്തിൻ്റെ സന്ദർഭത്തിലാണ് ആ മനുഷ്യനെ കാണാൻ വേണ്ടി കയറി ചെല്ലുന്നത്. ഒരു യുവാവിനെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. ആ മനുഷ്യൻ മരണത്തിൻ്റെ വെപ്രാളത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന് ഷഹാദത്തിൻ്റെ വാക്കുകൾ ഉരുവിട്ട് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ സന്ദർഭത്തിൽ നിന്റെ മനസ്സിൽ എന്താണ് നിന്റെ മനസ്സിൽ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നിനക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ നിന്റെ മനസ്സിൽ തോന്നുന്ന തോന്നലിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്നാ ആ വേദന കടിച്ചമർത്തുന്ന മനുഷ്യനോട് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാക്കുണ്ട്. ചെറുപ്പക്കാരനാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട് നബിയെ, എന്നാൽ അതിൻ്റെ കൂടെ എൻ്റെ കൽബിൽ ഒരു പേടിയുമുണ്ട് റസൂലേ. മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എന്നാൽ കൽബിൻ്റെ ഉള്ളിലൊരു പേടിയുമുണ്ട്. ഇത് കേട്ട ഉടനെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ രണ്ട് വികാരങ്ങൾ മരണത്തിൻ്റെ നേരത്തൊരു മനുഷ്യന് ഒരുമിച്ച് കൂടിയാൽ, ശ്രദ്ധിക്കണേ, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ മരണത്തിന്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവൻ ഭയപ്പെടുന്നതിൽ നിന്ന് അള്ളാഹു അവന് സംരക്ഷണം നൽകും. അവൻ പ്രതീക്ഷിക്കുന്നതിനെ അള്ളാഹു അവന് നൽകുമെന്നാണ്. ആ പ്രതീക്ഷ എന്താ? സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ മാത്രം സഹോദരങ്ങളെ നമ്മുടെ കൈകളിൽ തൗഹീദുണ്ടോ? നമ്മുടെ കയ്യിൽ ഇബാദത്തുണ്ടോ? നമ്മുടെ കയ്യിൽ സുഹൃതങ്ങളുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം നമ്മുടെ കൈകളിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്നതിൻ്റെ പ്രതിഫലമുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. നിഷേധിക്കാനും അതിനൊക്കെ പുച്ഛിച്ച് തള്ളാനും ഭൂമിയിൽ പലതരത്തിലുള്ള നിരീശ്വര നിർമ്മതവാദികളും അതേപോലെ ലിബറൽവാദികളൊക്കെ ലോകത്ത് കൊടിപിടിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. പക്ഷേ ഇവരെയൊക്കെ മറികടന്ന് അന്നാറു ഹഖ്കുൻ വൽ ജന്നത്തു ഹഖ്കുൻ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ സ്വർഗ്ഗനരകങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന്റെ ഖൽബിൽ പ്രകടമാകുന്ന മരണത്തെക്കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിലും ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയണം. 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ മാർഗം എൻ്റെ മുന്നിൽ തുറന്നു കിട്ടാൻ വേണ്ടി റബ്ബിനോട് നിരന്തരം ചോദിക്കുന്നവരായി മാറാൻ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മരണത്തിന്റെ നേരത്ത് അള്ളാഹു ഈ രണ്ട് വികാരങ്ങൾ, ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു നൽകിയാൽ, സഹോദരങ്ങളെ, അള്ളാഹു അത് തരുന്നാൻ. അത് തരാൻ മാത്രമുള്ള ഒരു ജീവിതം ഈ ദുനിയാവിൽ നമ്മൾ കെട്ടിപ്പടുക്കണം. സ്വഹാബത്തിൻ്റെയൊക്കെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വിതുമ്പി കരഞ്ഞ രംഗങ്ങൾ എത്രയാണ് സ്വഹാബികളുടെ ജീവിതത്തിൽ. അവർ ഇബാദത്തിന് വേണ്ടി വന്നാൽ തന്നെ സുജൂദിൽ കിടന്ന് വിതുമ്പുന്നവർ, കരയുന്നവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനൊക്കെ കാണാം, അദ്ദേഹം സുജൂദിൽ അങ്ങോട്ട് കിടക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടക്കാൻ, എന്നിട്ട് പറയുമത്രേ, ഹാദ സുജൂദ്, സുജൂദ് ദാ ഇവിടെ, ഐനൽ ബക്കാ, കരച്ചിൽ എവിടെയെന്നാ? എവിടെയാണ് കരച്ചിൽ? എന്താ കരച്ചിൽ ഇങ്ങോട്ട് വരാത്തത്? അള്ളാനെ ഓർത്തിട്ട്, പരലോകത്തെ ഓർത്ത്, മരണത്തെ ഓർത്ത് കരയാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളായിരുന്നു സ്വഹാബികൾ നാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ നന്നായി വിലയിരുത്തുക. നമ്മുടെ വ്യക്തി ജീവിതത്തെ, കുടുംബ ജീവിതത്തെ, നമ്മുടെ കച്ചവടത്തെ, ഇടപാടുകളെ എല്ലാം നന്നായി വിലയിരുത്തുക. എന്നിട്ട് ജീവിതത്തെ ഒന്ന് കൃത്യമായി തർത്തീബാക്കി, എൻ്റെ റബ്ബ് കൽപ്പിച്ചതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് അള്ളാന്റെ കൽപ്പനക്ക് വിരുദ്ധമായി, എൻ്റെ ഹബീബിന്റെ കൽപ്പനക്കെതിരായി ഞാൻ ജീവിക്കുന്നില്ല എന്നുറപ്പുവരുത്താനും, എൻ്റെ കണ്ണിനെയും എൻ്റെ കാതുകളെയും എൻ്റെ കൈകാലുകളെയും എൻ്റെ ശരീരത്തെ മുഴുവനും എൻ്റെ സാമ്പത്തിക രംഗവും എല്ലാം ഞാൻ സൂക്ഷിക്കും, ശ്രദ്ധിക്കുമെന്ന് തീരുമാനിക്കാനും തൗഹീദ് ജീവിതത്തിൽ ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിച്ചാൽ അവിടെയാണ് നമ്മുടെ രക്ഷ, അവിടെയാണ് നമ്മുടെ വിജയം. അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കുക, അള്ളാഹുവേ, സ്വർഗത്തിൽ ഒരു കണ്ണിയായി മാറാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ എന്ന് നിരന്തരം അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചോനെ, എൻ്റെ ഖൽബിനെ നീ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഒരായുധമായി സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് എല്ലാ പാപങ്ങളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.
നാട്ടിൽ പിടികൂടിക്കൊണ്ടിരിക്കുന്ന സകല തിന്മകളുടെ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, കാരണവന്മാർ, ചെറുപ്പക്കാർ എല്ലാവർക്കും അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.